ഇത്രയും വലിയ നരഹത്യ ചെയ്ത ഒരു വ്യക്തി അയാളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെ? അയാൾ ഇനി ജീവിക്കുമോ മരിക്കുമോ? അതോ ജീവിതകാലം മുഴുവൻ കോമയിൽ തന്നെ തുടരുമോ? എന്താണ് ഇപ്പോൾ ആരോഗ്യസ്ഥിതി എന്ന് പലരും ഇപ്പോൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ മെഡിക്കൽ കോളേജിലുള്ള അടുത്ത ആളുകളുടെയും അതുപോലെ തന്നെ അവിടെയുള്ള അഭിഭാഷകന്റെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും വിവരപ്രകാരം നമ്മൾ അറിഞ്ഞത് അഫാന്റെ ആരോഗ്യസ്ഥിതി അതുപോലെ തന്നെ തുടരുകയാണ്. അതായത് ഇപ്പോൾ ഒരു പുരോഗതിയുമില്ല. ഇടയ്ക്കൊരു ഒരു ഇതുണ്ടായിരുന്നു, പേര് വിളിച്ചപ്പോൾ കണ്ണു തുറന്ന് നോക്കി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അത് അന്നത്തെ മാത്രമാണ്. അതിനുശേഷം വീണ്ടും തൽസ്ഥിതി തുടരുകയാണ്. അപ്പോൾ ഇനിയുള്ള നടപടികളെല്ലാം തന്നെ അഫാന്റെ അറിവോടെ ആയിരിക്കണം എന്നുള്ളൊരു നിയമം അഫാന് സപ്പോർട്ടായിട്ട് ഇവിടെയുണ്ട്. അതായത് പ്രതിയുടെ പൂർണ്ണ സമ്മതത്തോടെ പാടുള്ളൂ. പ്രതിക്കെതിരെ ഇനി എന്തെങ്കിലും നടപടി എടുക്കണമെങ്കിലും പൂർണ്ണ ബോധ്യം, അതായത് പ്രതി കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ളൊരു ഇതും കൂടെ വരുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്നത് എന്തായാലും അഫാനുമായി ഇപ്പോൾ മരവിച്ച ഒരു അവസ്ഥയാണ്. ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട നടപടികളെല്ലാം മരവിച്ച അവസ്ഥയാണ്. എന്നാലും കുറ്റപത്രം ബാക്കിയുള്ള അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നടക്കുന്നുണ്ട്. അഫാന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ അറിയാൻ കഴിയുന്ന അഫാന്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ആരോഗ്യസ്ഥിതി ഗുരുതരമായി തന്നെ തുടരുകയാണ്. ഒരുപക്ഷെ ഏറ്റവും വലിയൊരു ശിക്ഷ തന്നെയാണ് ഇപ്പോൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. ഒന്നും അറിയാതെ ജീവച്ഛവമായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥ. അതാണ് എന്താ വെച്ചാൽ ഈ ആളുകൾക്ക് അഫാൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം ഞാൻ മതിയെന്നാണ് മനസ്സിലാക്കുന്നത്. അത് ആളുകൾക്ക് അഫാന്റെ ആരോഗ്യനില പൂർണ്ണ ആരോഗ്യനെ അഫാൻ തിരിച്ചു വരണമെന്നോ അല്ലെങ്കിൽ അഫാൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നതിന് ശേഷം ഇന്ത്യൻ ശിക്ഷാ നിയമം അനുവദിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ലൂപ്പ് ഹോൾസ് ഉപയോഗിച്ച് രക്ഷപ്പെടാനോ ഇല്ലെങ്കിൽ അഫാൻ ശിക്ഷിക്കപ്പെടാനോ അല്ല, ഇനി അഫാന് കിട്ടുന്ന വർഷങ്ങളോളം അഫാൻ ഇങ്ങനെ കേസുമായി നടന്ന് മേൽക്കോടതികളിലേക്ക് പോയി അപ്പീൽ മേടിച്ച് വീണ്ടും മേൽക്കോടതിയിലേക്ക് പോകുന്ന ഒരു ലാഗ്, ഒരു കോടതി വിധിയുമായി ബന്ധപ്പെടുന്ന ലാഗിൽ അങ്ങനെ ജീവിച്ചു പോകണോ എന്നൊന്നും ആളുകൾക്ക് ആഗ്രഹമില്ല. അഫാൻ ജീവനോടെ ഉണ്ടോ ഇല്ലയോ അത് അഫാൻ തന്നെ വരുത്തി വെച്ചിട്ടുള്ള ആളുകളുടെ മാനസികാവസ്ഥ അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അത് അഫാൻ തന്നെ വരുത്തി വെച്ചതാണ്.